റിലേറ്റീവ് എക്സ്ട്രീമ. ഈ സെക്ഷനിൽ നമ്മൾ റിലേറ്റീവ് എക്സ്ട്രീമ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പൊ അതിനു മുന്നേ നിങ്ങളോട് ഒരു ഗ്രാഫ് കാണാനുണ്ടായിരിക്കും. ഈ ഗ്രാഫിലേക്ക് ജസ്റ്റ് നോക്കുക. ഈ ഗ്രാഫിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ബി, അതുപോലെ തന്നെ സി, ഡി, ഇ, എഫ്, ജി, എച്ച്, അങ്ങനെ കുറെ പോയിന്റ്സുകൾ, എ, ഇങ്ങനത്തെ കുറെ പോയിന്റ്സുകളോടെ മാർക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും അല്ലെ. ആ പോയിന്റുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റുകളെ, അതായത് ഫംഗ്ഷൻ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വന്ന് തിരിച്ച് ഇൻക്രീസ് ചെയ്ത് പോണ പോയിന്റാണ് ബി. അതുപോലെ തന്നെയാണ് ഡി, ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വന്ന് പിന്നെ ഇൻക്രീസ് ചെയ്ത് പോണ പോയിന്റാണ് ഡി. സിമിലർലി ജി ഓൾസോ, ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വന്ന് പിന്നെ ഇൻക്രീസ് ചെയ്യണ പോയിന്റാണ് ജി. ഈ പോയിന്റുകളൊക്കെ നമ്മൾ വിളിക്കുന്നത് വാലീസ് എന്നാണ്, വാലീസ്. അതുപോലെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് വന്ന് പിന്നെ ഡിക്രീസ് ചെയ്യണ പോയിന്റാണ് സി. അതേപോലെ ഇ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെയൊക്കെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്ത് പിന്നെ ഡിക്രീസ് ചെയ്യണം. ഈ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് പീക്സ്. അപ്പൊ നമ്മൾ മൗണ്ടൈൻസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും ഇതൊക്കെ പീക്കുകളാണെന്ന് പറയും അല്ലെ, ഓരോ പീക്കാണെന്ന് പറയും. ഈ താഴെ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാ, വാലീസ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ മാത്തമാറ്റിക്കലി പറയാം, റിലേറ്റീവ് എക്സ്ട്രീമ. ഈ പീക്സുകളെയും വാലികളെയൊക്കെയാണ് റിലേറ്റീവ് മാക്സിമം ഓർ റിലേറ്റീവ് മിനിമം എന്ന് പറയുന്നത്. പീക്കുകളാണ് ആക്ച്വലി റിലേറ്റീവ് മാക്സിമം ആൻഡ് വാലീസ് ആണ് റിലേറ്റീവ് മിനിമം. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഹിയർ. The graph of the function f of x is said to have a relative maximum at a point x equal to c if f of c is greater than or equal to f of x for all x in an interval a less than x less than b. അതായത് a less than x less than b എന്ന് പറയുന്ന ഒരു ഇന്റർവെലിനകത്ത് c എന്ന് പറയുന്ന ഒരു പോയിന്റ്, c എന്ന് പറയുന്ന പോയിന്റിന്റെ വാല്യൂ ആണിത് എഫ് ഓഫ് സി അല്ലെ. ഈ ഹൈറ്റ് ആണ് എഫ് ഓഫ് സി, അതായത് സി എഫ് ഓഫ് സി ആണ് ഈ പോയിന്റ് ആക്ച്വലി. ഇവിടെ ഉള്ള എഫ് ഓഫ് സി ആയിരിക്കും എഫ് ഓഫ് എക്സിനേക്കാൾ വലുത് ഫോർ എവറി എക്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും അകത്ത് നിങ്ങൾ ഏത് എക്സ് എടുത്താലും ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഈ ഒരു ഷേപ്പിലേ കിട്ടാൻ പാടുള്ളൂ. കാരണം എഫ് ഓഫ് സി ആയിരിക്കണം ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് അയാളെ നമ്മൾ മാക്സിമം എന്ന് വിളിക്കുന്നത്, റിലേറ്റീവ് മാക്സിമം. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് എ പീക്ക്. ഓക്കെ, സിമിലർലി the graph has a relative minimum at a point x equal to c if f of c is less than or equal to f of x for all x on such intervals. അതായത് ഈ ഒരു ഇന്റർവെലിനകത്ത് എഫ് ഓഫ് സിയുടെ വാല്യൂ ആണ് ഏറ്റവും ചെറുതെങ്കിൽ, ദിസ് ഈസ് ദി പോയിന്റ് സി. എഫ് ഓഫ് എക്സ്, ബാക്കി എഫ് ഓഫ് എക്സുകളെല്ലാം എഫ് ഓഫ് സിനേക്കാൾ വലുതാണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് മിനിമ. ഇനി റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്നത് ഈ റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം രണ്ടിനും കൂടി ക്ലബ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് പറയാം ഈ പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീമയാണ്, ഈ പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീമയാണ്, ഈ പോയിന്റ് റിലേറ്റീവ് എക്സ്ട്രീമയാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടു റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഒക്കെ ഉണ്ടാവുന്നത് ഫംഗ്ഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വന്നിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഈ രണ്ട് പോയിന്റുകളാണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതായത് ഈ ഒരു പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇവിടെയും എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ സീറോ ആയിരിക്കും. കാരണം ഇവിടെയൊക്കെ നമുക്കറിയാം പോസിറ്റീവ് സ്ലോപ്പ് ആണ്, ഇവിടെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, ഇവിടെ ഡിക്രീസിംഗ് ആണ്. നേരെ മറിച്ച് ഇവിടെ ഫംഗ്ഷൻ ആദ്യം ഡിക്രീസിംഗ് ആണ്, പിന്നെ ഇൻക്രീസിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഷേപ്പ് ആലോചിച്ചാൽ മതി. സി വരെയുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യണു, പിന്നെ ഡിക്രീസ് ചെയ്യണു. ഇവിടെ സി വരെയുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യണു, പിന്നെ ഇൻക്രീസ് ചെയ്യണു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നത്. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പോയിന്റ് ഉണ്ടായിരിക്കും വേർ ഡെറിവേറ്റീവ് ഈസ് സീറോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഈ ഡെറിവേറ്റീവ് സീറോ ആവണ പോയിന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആ പോയിന്റുകൾക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ നമ്പേഴ്സ് ആൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. എ നമ്പർ സി ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് കോൾഡ് എ ക്രിട്ടിക്കൽ നമ്പർ ഇഫ് എയ്തർ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സീറോ ഓർ എഫ് ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി സീറോ ആവുന്ന കേസ് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എന്താണെന്ന് പറഞ്ഞിരുന്നു. The corresponding point C f of c on the graph of f of x is called
എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ്, റിലേറ്റീവ് എക്സ്ട്രീമ ക്യാൻ ഓൺലി ഒക്കർ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. കാരണം വേറൊരു പോയിന്റിലും റിലേറ്റീവ് എക്സ്ട്രീമയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ ഫംഗ്ഷൻ ആദ്യം സി എന്ന് പറയുന്ന പോയിന്റ് വരെ ഫംഗ്ഷൻ ആദ്യം ഇൻക്രീസ് ചെയ്യാണ്. സോ ദിസ് ഈസ് ഇൻക്രീസിങ് അപ് ടു സി, ആൻഡ് സിക്ക് ശേഷം ഡിക്രീസ് ചെയ്യാണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് സംഭവിച്ചത്? എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് അല്ലെ. പാരലൽ ആയിട്ടുള്ള എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ടാൻജന്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. മാത്രമല്ല അയാൾ എന്തായിരിക്കും? റിലേറ്റീവ് മാക്സിമയാണ്. ഈ ഗ്രാഫ് നോക്കി നമുക്കറിയാം ഇത് മാക്സിമം ആണ്. സിമിലർലി ഇവിടെ ഡിക്രീസിങ് ആണ് സി വരെ, പിന്നെ ഗ്രാഫ് ഇൻക്രീസിങ് ആണ്. സോ ദിസ് വിൽ ബി ലൈക്ക് യു ഷേപ്ഡ് ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും? 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ ടാൻജന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു കേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് എ റിലേറ്റീവ് മിനിമം. നൗ സി വരെയുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, സിക്ക് ശേഷവും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പൊ അതിന്റെ ഗ്രാഫ് ഏകദേശം എങ്ങനെയായിരിക്കും വരിക? സി വരെ ഇൻക്രീസിങ് ആണ്, പക്ഷെ സിയിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആണ്. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴേക്കും ഹൊറിസോണ്ടൽ ടാൻജന്റ് ആയിരിക്കണം. അപ്പൊ ഗ്രാഫ് ഇങ്ങനെ വന്ന് പിന്നെ തിരിച്ചിങ്ങനെ കയറിപ്പോയി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് മാക്സിമം അല്ല, മിനിമം അല്ല. ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പോയിന്റ് എഫ്. ശരിയല്ലേ? ഇവിടെയും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ഇവിടെയും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പൊ ഡിക്രീസിങ് ആണ് വന്നത്, ഇവിടെ ഇൻക്രീസിങ് ആണ് വന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. റിലേറ്റീവ് മാക്സിമം എന്ന് പറയുന്നത് സിയുടെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും സിയുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും ആയിരിക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുക? റിലേറ്റീവ് മാക്സിമം, ആർ മാക്സ് കിട്ടുക. അതുപോലെ സിയുടെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആണെങ്കിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, അവിടെ യു ഷേപ്പ് ആണ്. ഇതിന് നമ്മൾ കപ്പ് എന്ന് പറയും. ഇത് ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണ്. ഇതിനെ നമ്മൾ ക്യാപ്പ് എന്ന് പറയും. അപ്പൊ ഇത് എന്തായിരിക്കും? ആർ മിനിമം ആയിരിക്കും. ഓക്കെ. ഇനി സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സിയുടെ ലെഫ്റ്റ് സൈഡും ഇൻക്രീസിങ് ആണ്, റൈറ്റ് സൈഡും ഇൻക്രീസിങ് ആണെങ്കിൽ നോ റിലേറ്റീവ് മാക്സിമം. ശരിയല്ലേ? ഇവിടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് പോയി, ഇവിടെ എത്തുമ്പോഴേക്ക് സ്ലോപ്പ് 0 പോലെയായി, പിന്നെ ഇൻക്രീസ് ചെയ്തിട്ട് പോയി. അതേപോലെ സിയുടെ ലെഫ്റ്റ് സൈഡിലും ഡിക്രീസിങ്, റൈറ്റ് സൈഡിലും ഡിക്രീസിങ് ആണെങ്കിലും എന്താണ്? നോ റിലേറ്റീവ് എക്സ്ട്രീമ. ഈ കേസ് സി എന്ന് പറയുന്ന കേസ്. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ആലോചിക്കുക. സിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓപ്പോസിറ്റ് ആയിട്ടാണ് സൈൻ വരുന്നെങ്കിൽ, ഡയറക്ഷൻ വരുന്നെങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, എല്ലാ ക്രിട്ടിക്കൽ പോയിന്റിലും റിലേറ്റീവ് മാക്സിമോ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് വരുന്ന കേസുകളിൽ മാത്രമേ റിലേറ്റീവ് മാക്സിമം ഓർ റിലേറ്റീവ് മിനിമം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. Now we have one derivative test for finding relative extrema. That is the first derivative test for relative extrema. Let C be a critical number for f of x, that is f of c is defined and either f dash of c 0 or f dash of c does not exist. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആവാനുള്ള കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നില്ലെങ്കിൽ f dash of c 0 ആയിരിക്കണം, അല്ലെങ്കിൽ f dash of c does not exist ആയിരിക്കണം. Then the critical point c f of c, അതായത് ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഗ്രാഫിലത്തെ പോയിന്റ്, ഗ്രാഫ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ ആ പോയിന്റ് ആണ് എന്ത്? സി എഫ് ഓഫ് സി. ഈ പോയിന്റിനെ നമ്മൾ പി എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ദാറ്റ് പോയിന്റ് ഈസ് പി. ദാറ്റ് ഈസ് സി എഫ് ഓഫ് സി ഈസ് എ റിലേറ്റീവ് മാക്സിമം ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ടു ദ ലെഫ്റ്റ് ഓഫ് സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ടു ദ റൈറ്റ് ഓഫ് സി. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, റൈറ്റ് സൈഡിലേക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. സോ ദിസ് ഈസ് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കേസ് അല്ലെ. സോ ദാറ്റ് വിൽ ബി എ റിലേറ്റീവ് മാക്സിമം. സിമിലർലി റിലേറ്റീവ് മിനിമം ആയിരിക്കും ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ടു ദ ലെഫ്റ്റ് ഓഫ് സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ടു ദ റൈറ്റ് ഓഫ് സി. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഡിക്രീസിംഗ് ടു ദ ലെഫ്റ്റ് സൈഡ് or in the left side and increasing in the right side. So ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരിക അല്ലെ, ഇവിടെ ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരിക. ഓക്കെ, സോ ദിസ് ഈസ് റിലേറ്റീവ് മിനിമം, നോട്ട് എ റിലേറ്റീവ് എക്സ്ട്രീമം ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹാസ് ദി സെയിം സൈൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് സി. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കേസ്. രണ്ടിലും ഇൻക്രീസിംഗ് ആണെങ്കിലും റിലേറ്റീവ് എക്സ്ട്രീമം ഇല്ല, രണ്ടിലും ഡിക്രീസിംഗ് ആണെങ്കിലും റിലേറ്റീവ് എക്സ്ട്രീമം ഇല്ല.
Now we can do one problem. Find all critical points of the function f of x equal to 2x raised to 4 minus 4x square plus 3 and classify each critical point as a relative maximum, a relative minimum or neither. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് കാണണം. ക്രിട്ടിക്കൽ പോയിന്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവണ പോയിന്റ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇങ്ങനെയുള്ള പോയിന്റ് കണ്ടുപിടിക്കണം. ഇവിടെയാണ് നമ്മളെ എന്ത് പറയാ? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ഈ പോയിന്റുകളാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യം എഴുതണം അല്ലെ. എഫ് ഓഫ് എക്സ് തന്നിട്ട് 2x raised to 4 minus 4x square plus 3 ആണ്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ആസ് 8x cube minus 8x, or after simplification taking 8x outside you will get this as x square minus 1, that is same as 8x into x minus 1 into x plus 1. So equating it to 0 we will get this as 8 ന് ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആരേ പറ്റുള്ളൂ? x into x minus 1 into x plus 1 equal to 0, which implies x equal to 0, 1 and minus 1. അപ്പൊ ഈ 3 പോയിന്റ്സും ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് മാത്രം കാണാൻ പറയുകയാണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഉറപ്പായിട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല, ബിക്കോസ് ദിസ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ, കണ്ടിന്യൂസ് ആണ്, എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഈ 3 പോയിന്റ്സും ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടേക്കാണ് റിലേറ്റീവ് മാക്സിമം, എവിടേക്കാണ് റിലേറ്റീവ് മിനിമം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്പർ ലൈനിൽ ഈ 3 പോയിന്റ്സും മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് 0, 1, -1. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും നോക്കിയിരുന്നു അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇന്റർവെൽസിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് -∞ to -1 ആണ്. രണ്ടാമത്തെ ഇന്റർവെൽ -1 to 0 ആണ്. മൂന്നാമത്തെ 0 to 1 ആണ്. ആൻഡ് ദെൻ ഫൈനൽ ഇന്റർവെൽ ഈസ് 1 to ∞. ഇനി എന്ത് ചെയ്യാം? ഈ ഇന്റർവെലിനകത്ത് ഒരു പോയിന്റ് എടുക്കാം, ഇഷ്ടമുള്ളൊരു പോയിന്റ് എടുക്കാം. എന്നിട്ട് അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താന്ന് നോക്കാം. സോ നമുക്ക് എക്സാമ്പിളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ പോയിന്റ് എടുത്തിരിക്കുന്നത് -5 ആണ്. എഫ് ഡാഷ് ഓഫ് -5 കണ്ടു. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നിങ്ങൾക്ക് അറിയാം, ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അതിൽ എക്സിന് -5 കൊടുത്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് -960, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പൊ -1 വരെ എന്താ സൈന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, ഡിക്രീസിങ് ആണ്. ഇനി -1 to 0, അപ്പൊ ഇതിന്റെ ഇടയിലത്തെ ഒരു പോയിന്റ് ആണ് എന്ത്? -1/2. അവിടെ ചെക്ക് ചെയ്തപ്പോ എഫ് ഡാഷിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. സോ ഹിയർ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. സിമിലർലി 0 to 1ന്റെ ഇടയിലത്തെ ഒരു പോയിന്റ് ആണ് 1/4. ഈ പോയിന്റുകൾ തന്നെ എടുക്കണം, നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ജസ്റ്റ് എഫ് ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ വാല്യൂ എന്താ വരിക എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ കാണാം ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മീൻസ് ദിസ് ഈസ് ഡിക്രീസിങ്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് section 1 to infinity you can take 2, that is f dash of 2 is greater than 0, so this is increasing. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് -1ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിക്രീസിങ്ങും പിന്നെ ഇൻക്രീസിങ്ങും ആണ്. അതായത് കപ്പ് ഷേപ്പ് ആണ്. അപ്പൊ എന്തായിരിക്കും? റിലേറ്റീവ് മിനിമം ആയിരിക്കും -1ൽ. സോ ദിസ് ആസ് എ റിലേറ്റീവ് മിനിമം അറ്റ് x equal to -1. ഇനി 0ല് ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഡിക്രീസിങ് ആണ്, പിന്നെ ഇൻക്രീസിങ് ആണ്. സോ ഒരു ക്യാപ് ഷേപ്പ് ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ മാക്സിമം, ദാറ്റ് ഈസ് റിലേറ്റീവ് മാക്സിമം അറ്റ് x equal to 0. ഇനി 1ൽ എന്ത് സംഭവിച്ചത്? 1ന്റെ ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസിങ്ങും 1ന്റെ റൈറ്റ് സൈഡിൽ ഇൻക്രീസിങ്ങും ആണ്. സോ ദിസ് ഈസ് അഗെയിൻ എ കപ്പ് ഷേപ്പ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് x equal to 1. സോ ഇതാണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. The graph has a relative maximum at x equal to 0 and has relative minima at 2 points, that is at x equal to -1 and x equal to 1. ഇനി പറയാൻ പോകുന്നത് procedure for sketching the graph of a continuous function f of x using derivative of f dash x. ശരിക്കും ഗ്രാഫ് കറക്റ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് കറക്റ്റ് ആയി പ്ലോട്ട് ചെയ്യുക. നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്കെച്ചിങ് ഓഫ് ഗ്രാഫിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ കവർ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ ഇവിടെ 4 സ്റ്റെപ്പുകളാണ്. 4 സ്റ്റെപ്പുകളും വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് വൺ
ഡിറ്റർമൈൻ ദി ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡൊമൈൻ കാണാം. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞത് ഡൊമൈൻ കാണാം. സെറ്റപ്പ് എ നമ്പർ ലൈൻ റെസ്ട്രിക്റ്റഡ് ടു ഇൻക്ലൂഡ് ഓൺലി ദോസ് നമ്പേഴ്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് നമ്പർ ലൈൻ നമ്മൾ സെറ്റ് ചെയ്തു. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് എഫ് ഡാഷ് എക്സ് ആൻഡ് മാർക്ക് ഈച്ച് ക്രിട്ടിക്കൽ നമ്പർ ഓൺ ദി റെസ്ട്രിക്റ്റഡ് നമ്പർ ലൈൻ ഒബ്റ്റൈൻഡ് ഇൻ സ്റ്റെപ്പ് 1. അതായത് ഡൊമൈനിലെ സ്ഥലം മാത്രമേ വരയ്ക്കുള്ളൂ. ഇപ്പൊ സപ്പോസ് ഡൊമൈൻ 0 to ഇൻഫിനിറ്റി കിട്ടിയെങ്കിൽ നമ്മൾ എവിടെ മാത്രമേ ഗ്രാഫ് വരയ്ക്കുന്നുള്ളൂ? പോസിറ്റീവ് സൈഡിൽ മാത്രമേ വരയ്ക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ റെസ്ട്രിക്റ്റഡ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലെ? അപ്പൊ ഇവിടെ ഉള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്തു. അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ അനലൈസ് ദ സൈൻ ഓഫ് ദി ഡെറിവേറ്റീവ് ടു ഡിറ്റർമൈൻ ദ ഇന്റർവെൽസ് ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ ദി റെസ്ട്രിക്റ്റഡ് നമ്പർ ലൈൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിരിക്കണ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. അതായത് ഓരോ ഇന്റർവെലിനകത്തും ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ ഈച്ച് ക്രിട്ടിക്കൽ പോയിന്റ് സി, ദാറ്റ് ഇസ് സ്റ്റെപ്പ് 3, ഫൈൻഡ് എഫ് ഓഫ് സി ആൻഡ് പ്ലോട്ട് ദ ക്രിട്ടിക്കൽ പോയിന്റ് സി എഫ് ഓഫ് സി. അപ്പൊ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് സി കാണുക. എന്നിട്ട് എന്ത് പ്ലോട്ട് ചെയ്യുക? സി എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റ് പ്ലോട്ട് ചെയ്യുക. സിമിലർലി ഇവിടുത്തെ സിയുടെയും എഫ് ഓഫ് സി പ്ലോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റും സി എഫ് ഓഫ് സി പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഓൺ കോർഡിനേറ്റ് പ്ലെയിൻ വിത്ത് എ ക്യാപ് അറ്റ് ദ പോയിന്റ് പി ഇഫ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് മാക്സിമം. ഇവിടെ റിലേറ്റീവ് മാക്സിമം ആണ് അല്ലെ? ഇത് ഇൻക്രീസിംഗും ഡിക്രീസിംഗും ആണ്. സോ അവിടെ ആ പോയിന്റിൽ ഒരു ക്യാപ്പ് വരയ്ക്കുക. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, അതായത് ഡിക്രീസിംഗും പിന്നെ ഇൻക്രീസിംഗും ആണെങ്കിൽ ലൈക്ക് ദിസ്, അവിടെ ഒരു കപ്പ് വരയ്ക്കുക. Now plot the intercepts and other key points that can be easily found. ഇത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ എക്സിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ വാല്യൂ കിട്ടും. അതേപോലെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് വാല്യൂ കിട്ടും. അതാണ് ഇന്റർസെപ്റ്റുകൾ അല്ലെ? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും. അതായത് വൈ ആക്സിസിനെ ഗ്രാഫ് എവിടെയെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടോ ആ പോയിന്റും കണ്ടുപിടിക്കുക. എക്സ് ആക്സിസിനെ എവിടെയെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റും കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നതെങ്കിൽ കണ്ടുപിടിക്കുക. മാത്രമല്ല അതിന്റെ കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സും കൂടി എഴുതുക. എക്സിന് 1 കൊടുത്താൽ വൈ എന്താണോ, എക്സിന് 2 കൊടുത്താൽ വൈ എന്താണോ, അങ്ങനെ കുറച്ച് പോയിന്റ്സും കൂടിയും കണ്ടുപിടിച്ചിട്ട് പിന്നെ സ്റ്റെപ്പ് 4 പറയണ പോലെ സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് എഫ് ആസ് എ സ്മൂത്ത് കർവ്. സ്മൂത്ത് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുക. ജോയിനിങ് ദീസ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സിനൊക്കെ ജോയിൻ ചെയ്യണ രീതിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുന്ന സ്ഥലത്ത് ഇൻക്രീസിംഗ് ആയിട്ട്, ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആവുന്ന സ്ഥലത്ത് ഡിക്രീസിംഗ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 4 സ്റ്റെപ്പുകളാണ്. അപ്പൊ ഒന്നുകൂടിയും പറയാം. ആദ്യം എന്ന് പറയുന്നത് ഡൊമൈൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഏത് സ്ഥലത്താണ് ആ ഗ്രാഫ് കിടക്കുക നോക്കുക. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിലായിരിക്കും, ചിലപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ -2 to 2 ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഡൊമൈനിലായിരിക്കും ഗ്രാഫ് വരയ്ക്കേണ്ടിയിരിക്കുക. ആ ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിനകത്തുള്ള ക്രിട്ടിക്കൽ പോയിന്റുകൾ അനലൈസ് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ സൈൻ നോക്കുക. ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കുക ഓരോ ഇന്റർവെലിനകത്തും. അതിനുശേഷം ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് വരുന്ന സ്ഥലത്ത് ഒരു ക്യാപ്പ് വരയ്ക്കുക. ഡിക്രീസിംഗ് ഇൻക്രീസിംഗ് വരുന്ന സ്ഥലത്ത് ഒരു കപ്പ് വരയ്ക്കുക. പിന്നെ എളുപ്പത്തിൽ കിട്ടാവുന്ന പോയിന്റ്സുകൾ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും പിന്നെ അതേപോലെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസും പ്ലോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിംഗും ഡിക്രീസിംഗും നോക്കിയിട്ട് ഒരു ക്രിട്ടിക്കൽ പോയിന്റ്സ് കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു കർവ് വരയ്ക്കും. അതായിരിക്കും ഗ്രാഫ് ഓഫ് ദി കർവ്. And we can do this problem. Sketch the graph of the function f of x equal to x raised to 4 plus 8x cube plus 18x square minus 8. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡൊമൈൻ കണ്ടുപിടിക്കലാണ്. ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? എല്ലാ എക്സിനും എഫ് ഓഫ് എക്സ് വാലിഡ് ആണ്. ശരിയല്ലേ? അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? റിയൽ നമ്പർ സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടത് ഫുൾ അല്ലെ റിയൽ നമ്പേഴ്സിലാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഫുൾ സ്ഥലത്താണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഡൊമൈൻ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കലാണ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം? എഫ് ഡാഷ് ഓഫ് എക്സ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 4x ക്യൂബ് പ്ലസ് 24x സ്ക്വയർ പ്ലസ്
36x equal to 0. Taking 4x outside, we will get this as 4x into x square plus 6x plus 9. That is equal to 0. And this can be written as 4x into, ഇതൊരു quadratic equation ആണ്. Sum 6 വരണം, product 9 വരണം. ശരിയല്ലേ? അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ്? x plus 3 and x plus 3. അതായത് x plus 3 whole square. x plus 3 whole square equal to 0. ഇത് എപ്പോഴാണ് 0 ആവുന്നത്? 4ന് 0 ആവാൻ പറ്റില്ല. x 0 ആവുമ്പോൾ, ഇല്ലെങ്കിൽ x plus 3 whole square 0 ആവുമ്പോൾ. x plus 3 whole square 0 എന്ന് പറഞ്ഞാൽ x plus 3 0 ആവണം. That is x equal to minus 3. So the critical points are x equal to 0 and x equal to minus 3. ഒരിക്കലും f dash of x എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ഇല്ല. f dash of x എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് പറയാണ്, ക്രിട്ടിക്കൽ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. x ഈക്വൽ ടു 0, ഇതാണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. ആൻഡ് x ഈക്വൽ ടു -3 സംവെയർ ഹിയർ. ദിസ് ഈസ് ദി സെക്കൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ഇപ്പൊ രണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ വരച്ചു. ഇനി എന്താ പറഞ്ഞത്? അനലൈസ് ദി സൈൻ ഓഫ് ദി ഡെറിവേറ്റീവ് ടു ഡിറ്റർമിൻ ഇന്റർവെൽസ് ഓഫ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് f of x ഓൺ ദി റെസ്ട്രിക്റ്റഡ് നമ്പറിൽ. ഇവിടെ ഇന്റർവെൽസ് ഏതൊക്കെയാണ് വരുന്നത്? -∞ ടു -3 ഒരു ഇന്റർവെല്ല്, അടുത്തത് -3 ടു 0 ആൻഡ് 0 ടു ഇൻഫിനിറ്റി. ഈ ഇന്റർവെല്ലിൽ എങ്ങനെ എടുക്കേണ്ടതെന്നും അവിടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് എങ്ങനെ നോക്കേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. അത് കാണാത്തവര് ആദ്യം അത് കാണാം. അപ്പൊ 3 ഇന്റർവെൽസ് ആണുള്ളത്. ഇനി 3 ഇന്റർവെൽസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുത്ത് നോക്കുക. -∞ -3 വി ക്യാൻ ടേക്ക് എനി നമ്പർ അല്ലെ, ഒരു -5 എടുക്കാം. സോ f ഡാഷ് ഓഫ് -5 കാണാം. f ഡാഷ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് വാല്യൂ നിങ്ങൾ കാണുന്നില്ല, അതിന്റെ സൈൻ കിട്ടിയാൽ മതി. അപ്പൊ f ഡാഷ് ഓഫ് -5 എന്ന് പറയുമ്പോൾ എന്താ വരിക? 4 × -5 -20 ഇൻറ്റു, ഇത് എന്തായാലും സ്ക്വയർ ആണ്. അപ്പൊ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ f ഡാഷ് ഓഫ് -5 ലെസ് ദാൻ 0 ആയിരിക്കും. So this means what? In this interval the function is decreasing. ഇനി അടുത്ത ഇന്റർവെല്ലിൽ നമുക്ക് എടുക്കാം -3 0 ഒരു പോയിന്റ് എടുക്കാം. ദാറ്റ് ഈസ് f ഡാഷ് ഓഫ് വി ക്യാൻ ടേക്ക് -1. ഇതേപോലെ തന്നെ നോക്കിയാൽ 4 × -1 എന്ന് പറയുന്നത് -4 ആണ് ഇൻറ്റു എ പോസിറ്റീവ് നമ്പർ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഓൾസോ ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇന്റർവെല്ലിലും ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. And last interval we can take f dash of some 0 to infinity. Like 2 എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. f dash of 2 എടുത്താൽ this will be 2 × 2 4 into a positive number. ഇതൊക്കെ പോസിറ്റീവ് ആണ് അല്ലെ. ഇത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും x plus 3 the whole square എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിക്കോളും. അതാണ് നമ്മുടെ പോസിറ്റീവ് എന്ന് എഴുതിയത്. So positive into positive is greater than 0. That means in this interval the function is increasing. അതായത് ഇവിടെ ഡിക്രീസിങ്, ഇവിടെ ഡിക്രീസിങ്, പിന്നെ ഫംഗ്ഷൻ ഇൻക്രീസിങ്. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 എന്താ പറയുന്നത്? ഫോർ ഈച്ച് ക്രിട്ടിക്കൽ പോയിന്റ് സി ഫൈൻഡ് f of c ആൻഡ് പ്ലോട്ട് ദ ക്രിട്ടിക്കൽ പോയിന്റ് c f of c വിത്ത് എ ക്യാപ് ഓർ എ കപ്പ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർ ഡിക്രീസിങ് ഇൻക്രീസിങ്. അപ്പൊ ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? 0യും -3 ആണ്. അപ്പൊ ആദ്യം നമ്മൾ f of 0 കാണണം. f of 0 കൊടുക്കുമ്പോൾ ഇതിൽ എന്താ വരിക? x-ന് 0 കൊടുത്താൽ this will be -8. So the first point is 0 -8. അതേപോലെ f of -3 കൊടുത്താൽ you will get this as -3 raised to 4 plus 8 into -3 cube plus 18 into -3 square minus 8. So അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും it is 19. So the second point is -3 90. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ -3 എന്ന് പറയുന്ന പോയിന്റ്, -3 90 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരില്ലേ? ദിസ് ഈസ് 1 2 3 എക്സെട്ര 90. ഈ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് 0 -8 ആണ്. 0 -8 എന്ന് പറയുമ്പോൾ 0ന്റെ താഴെ ഇവിടെ ആയിട്ട് വരും. ഇനി എന്താ നോക്കണ്ടത്? -3
വരെ ഡിക്രീസിങ്ങും -3ക്ക് ശേഷവും ഡിക്രീസിങ് ആണ്. ഓക്കെ, അപ്പൊ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കപ്പും ക്യാപ്പൊന്നും വരയ്ക്കാൻ പറ്റില്ല. സീറോന്റെ എന്താ സംഭവിച്ചത്? സീറോന്റെ ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസിങ്ങും പിന്നെ ഇൻക്രീസിംഗ് ആണ്. ദർ ഇസ് എ കപ്പ് അല്ലെ. സീറോനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു കപ്പ് വരയ്ക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 3 പറഞ്ഞത്. റിലേറ്റീവ് മിനിമം ഉള്ളിടത്ത് കപ്പ് വരച്ചു, റിലേറ്റീവ് മാക്സിമം ഉള്ളിടത്ത് ക്യാപ്പ് വരയ്ക്കണം. അപ്പൊ മാക്സിമം ഇവിടെ ഇല്ല. മാക്സിമം എപ്പോഴാ വരിക? ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യണ സമയത്ത്. അങ്ങനെ സ്ഥലം ഇല്ല അല്ലെ. ഡിക്രീസിങ് ഡിക്രീസിങ് ഇൻക്രീസിങ് ഇങ്ങനെയാണ്. അപ്പോൾ കപ്പ് മാത്രമേ ഉള്ളൂ, റിലേറ്റീവ് മിനിമം മാത്രമേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? ഇനി എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഒക്കെ കണ്ടുപിടിക്കാൻ. അതായത് എക്സിന് 0 കൊടുത്ത വൈ എന്താണെന്നും വൈക്ക് 0 കൊടുത്ത എക്സ് എന്താണെന്നും. അപ്പൊ എക്സിന് 0 കൊടുത്ത വൈ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് -8. 0 -8 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഈ ഒരു ഇന്റർസെപ്റ്റ്. അത് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി വൈക്ക് 0 കൊടുത്ത് കറസ്പോണ്ടിങ് എക്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് y0 എന്ന് പറഞ്ഞാൽ f(x0). അതായത് ദിസ് വൺ 0. ഇതൊന്ന് എക്സ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ചെയ്യണം നിർബന്ധമില്ല. സപ്പോസ് എക്സ് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഒക്കെ കിട്ടിയാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അത് കൂടെ പാസ് ചെയ്യുന്നൊക്കെ നമുക്ക് പറയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ഉള്ള പോയിന്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് വേണ്ട പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് -3, 0. ഈ 2 പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇനി -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 19 കിട്ടിയത്. അപ്പൊ നമുക്ക് ഇതൊരു 5 ഡിസ്റ്റൻസ് എടുക്കാം. 5, 10, 15, 20. അപ്പൊ സംവെയർ ഹിയർ. ഓക്കെ, ആൻഡ് 0ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 8 ആണ് കിട്ടിയത്, ഏകദേശം ഇവിടെ ഈ ഒരു പോയിന്റ്. സോ ദിസ് ഈസ് വൺ ക്രിട്ടിക്കൽ പോയിന്റ് -3, 19. And this is the second critical point, that is 0, -8. ഇനി എന്തായിരുന്നു? -3 വരെ ഡിക്രീസിങ് ആയിരുന്നു. അപ്പൊ ഗ്രാഫ് ഡിക്രീസ് ചെയ്തിട്ട് വരണം. ഡിക്രീസ് ചെയ്ത് വരിക പറഞ്ഞാൽ ഇങ്ങനെ വന്നു. പിന്നെ -3 to 0 ഡിക്രീസിങ് ആണ്. ഇങ്ങനെ വന്നു വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരിക്കലും ഗ്രാഫിന് വരാൻ പറ്റില്ല. കാരണം ഈ 0 എന്ന് പറയണ -3 എന്ന് പറയുന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പൊ അവിടുത്തെ ടാൻജന്റ് ഹൊറിസോണ്ടൽ ടാൻജന്റ് ആയിരിക്കണം. അപ്പൊ നമ്മള് എങ്ങനെ വരയ്ക്കണം? ഇവിടെ ഗ്രാഫ് ഡിക്രീസ് ചെയ്ത് വന്നു, എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഹൊറിസോണ്ടൽ ടാൻജന്റ് ആയി. ഓക്കെ, പിന്നെയും ഗ്രാഫ് ഡിക്രീസ് ചെയ്ത് വന്നു. 0.8 ഒരു കപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം അവിടെ റിലേറ്റീവ് മിനിമം ആണ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അപ്പൊ ഹൊറിസോണ്ടൽ ടാൻജന്റ് ആണ്. ഇനി ഇവിടെ ഡിക്രീസിങ് ആണ് നമ്മൾ കിട്ടി -3 വരെ. ഇതിന് ശേഷവും ഡിക്രീസിങ് ആണ്. അപ്പൊ ഇവിടുന്ന് ഡിക്രീസ് ചെയ്ത് വന്നു, 0 -∞ ടച്ച് ചെയ്തു. പിന്നെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആന്ന് പറഞ്ഞു. അപ്പൊ ഗ്രാഫ് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഓക്കെ, സോ ഇതായിരിക്കും ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഏകദേശ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ് വാല്യൂസ് ഒക്കെ ഇടാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എക്സിന് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എക്സിന് 1 ആകുമ്പോൾ വൈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അല്ലെ. എക്സിന് 1 ആകുമ്പോൾ വൈ വാല്യൂ -7 എന്തെങ്കിലും കിട്ടിയാൽ ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. എക്സിന് 2 ആവണ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എക്സിന് -1 ആവണ പോയിന്റിൽ വൈ വാല്യൂ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് കുറെ പോയിന്റ്സ് കിട്ടും. അപ്പൊ ആ പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു സ്മൂത്ത് കർവ് വരച്ചാൽ മതി. Now we have one question. The graph of a function f of x is shown. f of x ന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. Sketch a possible graph for the derivative f dash x. അതായത് f of x ന്റെ ഗ്രാഫ് തന്നിട്ട് f dash of x ന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, f of x തന്നു കഴിഞ്ഞാൽ പിന്നെ f dash of x കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. f dash of x എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ മുന്നേ പഠിച്ച മെത്തേഡ് പ്രകാരം നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താന്ന് തന്നെ തന്നിട്ടില്ല. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ടാൻജന്റ്
ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അതായത് 0യും 2 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പൊ നമുക്ക് ഇന്റർവെൽസ് ഡിവൈഡ് ചെയ്യാം. -∞ to 0, 0 to 2 ആൻഡ് 2 to infinity. ഇനി ഫസ്റ്റ് ഇന്റർവെൽ എടുക്കാം. ഓൺ -∞ 0 ഗ്രാഫ് നോക്കിയാൽ കാണാം ഇത് ഇൻക്രീസ് ചെയ്ത് പോവാണ്. എഫ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ദി ഫസ്റ്റ് ഇന്റർവെൽ. അപ്പൊ എഫ് ഡാഷിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് ഇൻക്രീസിംഗ് ആണ്. എഫ് ഡാഷ് ഈസ് എ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ -∞ 0. അതുപോലെ ഓൺ 0 to 2 നോക്കുന്ന സമയത്ത് കാണാം ഗ്രാഫ് ഡിക്രീസിംഗ് ആണ്. എഫ് ഡിക്രീസിംഗ് ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0. ആൻഡ് ഓൺ ദി ലാസ്റ്റ് ഇന്റർവെൽ 2 to infinity എഫ് ഈസ് ഇൻക്രീസിംഗ്. എഫ് ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ -∞ to 0 ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ -∞ to 0 എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് നമ്മൾ വരയ്ക്കാൻ പോണ ആള് എഫ് ഡാഷ് ആണ്. അയാൾ ഗ്രേറ്റർ ദാൻ 0 മീൻസ് അയാൾ എക്സ് ആക്സിസിന് മുകളിലാണ് കിടക്കുന്നത്. ഇനി 0 to 2 എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. 0 to 2 ഗ്രാഫ് എക്സ് ആക്സിസിന്റെ താഴെ ആയിരിക്കും. ഇനി 2 to infinity എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഗ്രാഫ് മുകളിലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവണ പോയിന്റ് ആണ്. അപ്പൊ 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് 0 ആയിരിക്കും. 2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് 2ഉം 0 ആയിരിക്കും. അതായത് എഫ് ഡാഷിന്റെ എക്സ് ഇന്റർസെപ്റ്റുകൾ ഏതൊക്കെയായിരിക്കും? 0യും 2ഉം ആയിരിക്കും. അതായത് 0 എന്ന് പറയുന്ന പോയിന്റ് കൂടി ഗ്രാഫ് പാസ് ചെയ്യണം എഫ് ഡാഷിന്റെ, 2 എന്ന് പറയുന്ന പോയിന്റ് കൂടി ഗ്രാഫ് പാസ് ചെയ്യണം. ശരിയല്ലേ? ഇതിന്റെ അർത്ഥം എന്താ? 0 എന്ന് പറയുന്നത് ഗ്രാഫിലെ പോയിന്റ് ആണ്. ഇതിന്റെ അർത്ഥം 2 എന്ന് പറയുന്ന ഗ്രാഫിന്റെ പോയിന്റ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക? വി ഹാവ് ദിസ് പോയിന്റ് 0, 1 ആൻഡ് ദിസ് ആസ് 2. 0 വരെ എക്സ് ആക്സിസിന്റെ മുകളിലാണ് ഗ്രാഫ്. അപ്പോൾ 0ന് മുകളിലായിട്ടായിരിക്കും ഇവിടെ ഗ്രാഫ് വരിക. 0 കൂടെ എന്തായാലും പാസ് ചെയ്യണം. അപ്പൊ 0നെ ഒന്ന് ടച്ച് ചെയ്തു. പിന്നെ 0 to 2 ഗ്രാഫ് എക്സ് ആക്സിസിന് താഴെയാണ്. പിന്നെ 2 ടച്ച് ചെയ്യണം. പിന്നെ അതിനുശേഷം 2ന് ശേഷം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് മുകളിലാണ്. അപ്പൊ ഇങ്ങനെ വരും. ജസ്റ്റ് ഒരു റഫ് ഐഡിയ ആണ്. ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ്. അത്രമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൂടി കഴിഞ്ഞാലാണ് കറക്റ്റ് ഒരു ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ കവർ ചെയ്യാനുള്ളത്.